ഇസ്ലാമിക ചരിത്രങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായ ഒരു സാക്ഷ്യം വഹിച്ച സംഭവമാണ് ഹിജറ നടന്നത്. ആ ഹിജറ നടന്നതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. നമ്മുടെയൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ചർച്ചകൾ പലപ്പോഴും പ്രവാചകൻ ജനിച്ച് എന്നത് മാത്രമേ പറയാറുള്ളൂ. പ്രവാചകൻ ജനിച്ച മാസം റബീഉൽ അവ്വൽ ആണെങ്കിലും ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്ക്. ചരിത്രകാരന്മാർ എഴുതുമ്പോൾ പ്രവാചകൻ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്നത് ഒരു അഭിപ്രായം മാത്രമാണ്. റബീഉൽ അവ്വൽ 9 എന്ന അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 8 എന്ന അഭിപ്രായമുണ്ട്. ഇപ്പോൾ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അസീം പ്രവാചകൻ മരിച്ചതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് ഹിജറ വർഷം 12ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒരു 10-10:30 സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. പ്രവാചകന്റെ മരണമാണ് പ്രമാണങ്ങളിൽ ഏറ്റവും ഉള്ളത്. പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തും, അതാണ് ഇസ്ലാമിലെ പ്രമാണം. അന്നസൂസു ശർഇയ്യ അൽ-അദില്ല ശർഇയ്യ, ഇസ്ലാമിലെ പ്രമാണങ്ങൾ തോന്നുന്നു ഖുർആന് 2 സുന്നത്തുമാണ്. ഖുർആനിൽ പ്രവാചകന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടെന്നല്ലാതെ മരണവുമായി ബന്ധപ്പെട്ട ആയത്തുകളൊന്നും നേർക്കുന്നവരില്ല. പക്ഷെ പ്രവാചകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സഹീഹ് ബുഖാരിയോ സഹീഹ് മുസ്ലിമോ ജാമിഉ തുർമുദിയോ ഇങ്ങനെ ഏത് ഹദീസിന്റെ ഗ്രന്ഥം പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പാഠങ്ങൾ ജീവിതത്തിൽ മുഹമ്മദ് നുബുവത്ത് കിട്ടുന്നതോടുകൂടി പ്രവാചകൻ നബിദിനമാണ്. ശരിക്കും നബിദിനം എന്ന് പറയുന്നത് റമളാൻ മാസത്തിലാണ്. അങ്ങനെ മുഹമ്മദ് അതുവരെ മുഹമ്മദ് ബിൻ അബ്ദില്ലയാണ് നബി ആവുന്നത്. മുഹമ്മദ് അബ്ദില്ല, മുഹമ്മദ് റസൂലുള്ളയല്ല. മുഹമ്മദ് റസൂലുള്ളയാവുന്നത്, നബി ആവുന്നത് ശരിക്കും ഖുർആൻ കിട്ടുമ്പോഴാണ്. ഹിറാ ഗുഹയിൽ പോയി ഏതോ അർത്ഥത്തിൽ ധ്യാനം ഇരുന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി എന്ന് ചൊല്ലിക്കൊടുക്കുകയും പ്രവാചകത്വത്തിന് വഹ്യ് കൊടുക്കുമ്പോഴാണ് മുഹമ്മദ് യഥാർത്ഥത്തിൽ റസൂലുള്ളയായി മാറുന്നത്. ഇപ്പൊ മുഹമ്മദ് നബിയായി മാറുന്നത് ശരിക്കും പറയാൻ ഖുർആൻ ലഭിക്കുമ്പോഴാണ്. അത് റമളാനില്ല. ഇപ്പൊ റമളാൻ മാസമാണ് ശരിക്കും നബിദിനം. അന്നാണ് മുഹമ്മദ് നബി. ഇത് മുഹമ്മദ് ബർത്ത്ഡേ, മുഹമ്മദ് ദിനം എന്ന് പറയാൻ പറയുന്നത്. നബി ദിനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നബിയായി പിറക്കുന്നത്, നബിയായി മാറുന്നത്, നുബുവത്ത് കിട്ടുന്നത്, വഹി കിട്ടുന്നത് 40ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിന് മുമ്പ് ഉള്ള കാലം, 40 വയസ്സിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് നേർക്കൊരു ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അങ്ങനെ ഒരുപാട് കാണാൻ കഴിയില്ല. ചിലത് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ചെറുപ്പത്തിലെ സംഭവങ്ങൾ ചിലത് സ്മരിച്ചിട്ടുണ്ട്. ആ സ്മരിക്കുന്നതോടുകൂടി അത് പ്രവാചകത്വത്തിന്റെ ഭാഗമായി മാറും. എനിക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ ഹൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ചെറുപ്പത്തിൽ നാട്ടിലെ ജനങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കുക, ഹൽഫുൽ ഫുദൂൽ. അത് നല്ലൊരു കരാറായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലെ പഴയകാല ഓർമ്മകൾ എടുത്ത് പ്രവാചകൻ പറയുന്നതോടെ അത് പ്രവാചകത്വത്തിന്റെ ഭാഗമായി മാറും. അതല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ പ്രവാചകത്വവുമായി നേർക്കുനേരെ ബന്ധപ്പെട്ടതല്ല, റിസാലത്തുമായി ബന്ധപ്പെട്ടല്ല. പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പല ചരിത്രം, നമ്മൾ ചില ചരിത്രങ്ങൾ, സാവാ തടാകം പറ്റി, അല്ലെങ്കിൽ യമനിലെ കൊട്ടാരം ഇളകി മറഞ്ഞു, കിസ്ര കൈസർമാരുടെ കോട്ടകൾ അർഷ് ഇളകി, കുർസി ഇളകി, ഏതൊക്കെ വിഗ്രഹങ്ങൾ തലകുത്തി വീണു, ഇങ്ങനെ പറയുന്ന കുറെ കഥകൾ പറയും. ഇതൊന്നും സഹിഹായ റിപ്പോർട്ടല്ല. ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. സഹിഹായ റിപ്പോർട്ടല്ല. നമ്മുടെ മുസ്ലിം സമുദായത്തോട് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം, ഇന്ന് മുസ്ലിം സമുദായമൊക്കെ ഇന്നിപ്പോൾ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാ പള്ളിയിലും പ്രസംഗിക്കും, ഉസ്താദമാർക്ക് പ്രസംഗിക്കും, യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ വരും. നമുക്ക് വിഷമം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി എത്രയോ പറയാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സഹീഹായ ഹദീസുകളിൽ ശ്രദ്ധിക്കണം, സഹീഹായ ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ സവിശേഷതകളെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയുന്ന ധാരാളം വചനങ്ങളുണ്ട്. ഇതൊക്കെയല്ലേ സമൂഹത്തോടും സമുദായത്തോടും പറയേണ്ടത്? തികച്ചും ദുർബലമായ നമ്മൾ വാറോല എന്ന് പറയില്ലേ, മൗദൂഅ എന്ന് പറയുന്ന ദുർബലമായ, തള്ളിക്കളയാൻ വേണ്ടി നിർമ്മിതമായി ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾക്കാണ് കിതാബുൽ മൗദൂഅത്ത് പറയാ. ദുർബല ഹദീസുകൾ, കെട്ടിച്ചമച്ച ഹദീസുകൾ, ലഈഫ് പോലും ഇല്ല. ലഈഫ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലഈഫായ ഹദീസ് പറയും.
അത് യഥാർത്ഥത്തിൽ സനദുകളുടെ ബലത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ലഈഫ് ആണെങ്കിലും ചില പണ്ഡിതന്മാർ ചില ഹദീസുകൾക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷെ മൗദൂ എന്ന് പറയുന്ന വളരെ ദുർബലം എന്ന് പറയുന്ന കുറെ റിപ്പോർട്ടുണ്ട്. അതടക്കമാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇപ്പോൾ ഇന്നൊക്കെ പ്രസംഗിക്കുന്നത്. റബീഉൽ അവ്വലിന്റെ മഹത്വം പറയാൻ, നബിയുടെ മഹത്വം പറയാൻ ഈ ദുർബല ഹദീസുകൾ പറയേണ്ടതുണ്ടോ? ഈ വാറോലകൾ പറയേണ്ടതുണ്ടോ? നമ്മുടെ സമുദായം കൊണ്ടു നടക്കുന്ന പല കഥകളും ഇപ്പൊ തന്നെ റബീഉൽ അവ്വലിലെ മങ്കൂസ് മൗലിദ് ഓതും. എന്താ ഈ മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്? ഒന്ന് എടുത്തിട്ട് അതിന്റെ മലയാളം ഒന്ന് വായിച്ചു നോക്കാവോ? ആ മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് മലയാളം എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾ. എന്താ ഈ പറഞ്ഞത്? വെറുതെ ഒരു ബർക്കത്തിന് അങ്ങോട്ട് ചെല്ലുന്നു, അത് വായിക്കുന്നു, അത് ഓതുന്നു. ഒന്നാമത് അത് ഓതാൻ ആരാ പറഞ്ഞത്? ഇസ്ലാമിലെ ഏത് കർമ്മത്തിനും പ്രത്യേകത, അതിനൊരു ഓർഡർ ഉണ്ട്, അതിനൊരു അതോറിറ്റി ഉണ്ട്, അതിനൊരു ഓതന്റിസിറ്റി ഉണ്ട്, അതിനൊരു ആധികാരികത ഉണ്ട്. ഇസ്ലാമിലെ ഏത് കർമ്മം, ഇപ്പൊ യൗമുൽ ജുമുഅ, ആരാ യൗമുൽ ജുമുഅ എന്ന കാര്യം പറഞ്ഞത്? ഖുർആനിലുണ്ട്. ഖുത്ബ നടത്തുന്ന ആരാ പറഞ്ഞത്? ഹദീസിലുണ്ട്. ഇസ്ലാമിൽ ഏത് കാര്യങ്ങൾക്ക് പ്രമാണമുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, പ്രമാണം. അപ്പൊ നമുക്ക് 2 പെരുന്നാളുകളുണ്ട്, ഈദൈനി, 2 ആഘോഷങ്ങൾ. ശരിക്കും 2 ആഘോഷമുള്ളൂ. നമ്മൾ സാധാരണ ഫിഖഹിന്റെ പുസ്തകത്തിൽ, നിങ്ങളൊക്കെ പലതും മദ്രസയിലൊക്കെ പോയവരാണല്ലോ. നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ സമസ്തയുടെയോ ദക്ഷിണയുടെ മദ്രസയിലൊക്കെ പഠിപ്പിച്ച ഫിഖഹിന്റെ പുസ്തകങ്ങൾ, കൊച്ചു ഉംദ, അലി ഫത്തുഹുൽ മുഈൻ, നൂറുൽ അബ്സാർ 10 കിതാബ്, ഫത്തുഹുൽ മുഈൻ, ഇങ്ങനെ ഏത് ഫിഖഹിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കി നിങ്ങൾക്ക് അവിടെ ഒന്നും തന്നെ ശരിക്ക് 3 ആഘോഷം ഉണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ 2 ആഘോഷം, ഈദൈനി, 2 ആഘോഷങ്ങൾ, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ. ഉളുഹിയ്യത്ത് ഉള്ള ഈദ്, അതുപോലെ നോമ്പ് തുറക്കുന്ന ഈദുൽ ഫിത്ർ. ഇസ്ലാമിൽ 2 ആഘോഷമുള്ളൂ. സലാസത്തു ഈദ്, 3 ആഘോഷമുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ എന്നല്ല, ഈദ് മീലാദുൻ നബി, നബി സല്ലല്ലാഹു ജനിച്ച ദിവസത്തെ ആഘോഷം. അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ഖുർആനിലില്ല, ഏതായാലും ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. ഫിഖഹിന്റെ പുസ്തകത്തിൽ ആരെങ്കിലും ഫിഖഹിന്റെ ഹനഫി ഫിഖ്, ഷാഫി ഫിഖ്, ഹംബലി ഫിഖ്, മാലിക്കി ഫിഖ്, 4 മദ്ഹബിന്റെ ഇമാമുമാരുണ്ടല്ലോ. ഇമാം ഷാഫിയുടെ 150ഓളം കൃതികൾ ഇമാം ഷാഫിക്ക് ഉണ്ട്. ഇമാം അബൂ ഹനീഫയുടെ പേരിലുള്ള ഒരുപാട് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടില്ല, ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മുടെ സമുദായം ഭയങ്കരമായി ആഘോഷിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഏതാണെന്ന് ഇവിടുത്തെ അമുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവർ പറയാതെ അറിയോ? നിങ്ങൾ കാണുന്ന മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്താ വെച്ചാൽ അവർ പറയാം, അത് ഈ മീലാദുൻ നബി എന്ന് പറയാം. കാരണം മുസ്ലിം സമുദായം ഏറ്റവും ആഘോഷിക്കുന്നത് മീലാദുൻ നബിയാണ്. റബീഉൽ അവ്വൽ 12 സമുദായത്തിന് ചില ഉസ്താദന്മാർ പ്രസംഗിച്ചിട്ട് പിടുത്തം വിട്ടിട്ട് അങ്ങനെ പറഞ്ഞ് ഏറ്റവും പുണ്യ റബീഉ, ഏറ്റവും അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസം, ഏറ്റവും എന്ന് പറഞ്ഞിട്ട് റമളാൻ മാസത്തിന് മേലെയാണോ തോന്നിപ്പോണ വിധത്തിലാണ് പറഞ്ഞു പോണത്. അങ്ങനെയൊന്നും പറയാൻ ഇസ്ലാമിൽ അനുവാദമില്ല. ആരും സ്വന്തമായിട്ടൊന്നും പറയേണ്ടതില്ല. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയുമ്പോൾ, ഇസ്ലാമിലെ ആരാധനകളെ പറ്റി പറയുമ്പോൾ ആരും സ്വന്തം നിലയിൽ ഒന്നും പറയേണ്ടതില്ല. എല്ലാം പറയേണ്ടത് അള്ളാഹ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാം പറയേണ്ടത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആരും നോ താങ്ക്സ്, ആരും ഒന്നും നിങ്ങളുടെ വകയായിട്ട് ചേർക്കേണ്ടതില്ല. അതിനെപ്പറ്റി ബിദ്അത്ത് എന്നറിയാം. ബിദ്അത്ത്, നിങ്ങൾ ഖുത്ബ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ജുമുഅ ഖുത്ബ പറയുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ എപ്പോൾ സംസാരിക്കുമ്പോൾ പ്രസംഗിക്ക് തുടങ്ങുമ്പോൾ പറയുന്ന വാക്ക്, ഞാനിപ്പോ നമ്മളെ ഖുത്ബ തുടങ്ങുമ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖൈറൽ ഹദീസി കലാമുല്ലാഹ് വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ആ വചനത്തിന് അർത്ഥം എന്താ വിചാരിച്ചങ്ങള്? എന്തിനാ അതെല്ലാ ജുമുഅ ഖുത്ബയിലും പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും ഇത് പറയുന്നത് എന്തിനാ? അള്ളാഹിന്റെ റസൂൽ ഏറ്റവും വിശിഷ്ടമായ വചനം അത് ഖുർആനാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ് വഖൈറുൽ ഹദി ഹദി മുഹമ്മദ്, ഏറ്റവും നല്ല ചര്യ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ. അടുത്തൊന്ന് വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, നിങ്ങളുടെക്കിടയിൽ കാണുന്ന കാര്യങ്ങൾ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറയാം മുഹ്ദസാതുഹാ, പുതുതായി ഉണ്ടാവുക. മുഹ്ദസാത്ത് പുതുതായി ഉണ്ടാവുക. വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ പുതുതായി ഉണ്ടാകും. അതോ ഖുർആനിലോ സുന്നത്തിലോ, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനമായ ജീവിതമായ ഹദീസ്, ഇത് രണ്ടുമല്ലാതെ പുതുതായി ഉണ്ടാവുന്നത് വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാകുന്നതെല്ലാം ബിദ്അത്താണ്.
വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ഈ ളലാലത്തൊക്കെ അവസാനം നരകത്തിലേക്ക് എത്തിക്കും. ഇത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നിങ്ങൾ ഈ വചനങ്ങളിലേക്ക് ഒരു സ്ട്രക്ചർ പഠിക്കണം. ഈ ഇസ്ലാമിലെ മൻ അഹ്ദസ ഫീ അംരിനാ, ഞാൻ ഈ പഠിപ്പിച്ച കാര്യത്തിൽ പുതുതായി, അഹ്ദസ പുതുതായി ഉണ്ടാക്കുന്നത്, എന്തുണ്ടാക്കിയാലും അത് റദ്ദ്, അത് തള്ളണം, റദ്ദ് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ഇസ്ലാമിലെ ഇബാദത്തുകൾ, ഇപ്പൊ നമ്മളിത് ഓണാഘോഷം എന്ന് പറഞ്ഞൊരു ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടില്. അതുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആ മതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണം അങ്ങനെ ആഘോഷിക്കണമെന്ന് ആ മതത്തിലുണ്ടോ എന്നാരും ചർച്ചയുണ്ടോ? ഏത് വേദത്തിലാണ് ഉള്ളത്? ഭവിഷ്യ പുരാണത്തിലുണ്ടോ? ഗീതയിലുണ്ടോ? ഭഗവത്ഗീതയിലുണ്ടോ? രാമായണത്തിലുണ്ടോ? ഈ പറഞ്ഞ മാവേലി ആരാ, എവിടെയാ ജീവിച്ചത്, എന്നാ ജീവിച്ചത്? കേരളത്തിലുള്ള ആഘോഷമാണ് ഇത്. ഏത് വേദത്തിലുള്ള, ഏത് ദേവന പഠിപ്പിച്ചത്, ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അതെങ്ങനെയാ ആഘോഷിക്കേണ്ടത്? അതിൽ തന്നെയും ആ പറഞ്ഞ കഥകളിൽ ആ കഥ ഒന്ന് പറഞ്ഞു നോക്കിയ കഥ എന്താന്ന്? മാവേലി നന്നായി ഭരിച്ചു, നാട് ഭരിച്ചു, മാന്യനായ. അപ്പൊ കണ്ടു ദൈവത്തിന് സഹിച്ചു, ദൈവത്തിന് അസൂയ. ദൈവം വേഷം മാറി വരുന്നു, വിഷ്ണുവിന്റെ അവതാര വരുന്നത് വാമനായിട്ട് വരുന്നു. എന്നിട്ട് ആ നല്ല മനുഷ്യനെ ചവിട്ടി തേക്കുന്നു, ഭൂമിയുടെ പാതാളത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ മനുഷ്യൻ എല്ലാ വർഷത്തിലും തിരുവോണത്തിൽ നാട്ടിലേക്ക് വരുന്നു. ഞാൻ പറയുന്നത് ഈ കഥകളൊക്കെ എവിടുന്ന് കിട്ടി? ഏത് പ്രമാണത്തിലാണ് ഉള്ളത്? അങ്ങനെ പ്രമാണങ്ങളൊന്നുമില്ല. വാമൊഴി, വരമൊഴികൾ ഇങ്ങനെ ചരിത്രത്തിൽ പലരും അവിടെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ എഴുതി, അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കി എഴുതിയ വ്യാസൻ എഴുതി ഒരു ചരിത്രം. അതാണ് മഹാഭാരതം. രാമായണം എന്ന് പറയുന്നത് വാൽമീകി അദ്ദേഹത്തിന്റെ എഴുതിയ ഒരു കൃതി. ഇത് ദൈവത്തിന്റെ, ഞാൻ പറഞ്ഞത് മറ്റ് പല മതങ്ങളിലെ പ്രത്യേകത ഇതാണ്. അവർക്ക് അവരുടെ വിശ്വാസങ്ങൾക്കോ അവരുടെ ദൈവങ്ങൾക്കോ അവരുടെ പ്രമാണങ്ങൾക്കോ ഒന്നും ഒരു ആധികാരികതയില്ല. ഒരു പ്രമാണ നിബദ്ധമല്ല. ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് പ്രധാനപ്പെട്ട ദൈവം, ഞങ്ങളുടെ ദൈവം ശ്രീരാമനാണ്, ഭഗവാൻ. ഞങ്ങളുടെ കൃഷ്ണനാണ്. ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഗുരുവായൂരപ്പനാണ്. ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്മ, ചിലർക്ക് കൊടുങ്ങല്ലൂർ അമ്മയാണ്. ഞങ്ങൾക്ക് ശബരിമല ശാസ്താവാണ്. ശാസ്താവ് തന്നെ അവിടെ അയ്യപ്പൻ വേറെ, ശാസ്താവ് വേറെ. ഇങ്ങനെ ദൈവങ്ങൾ പലത്, ഉപദൈവങ്ങൾ പലത്, സൃഷ്ടിച്ച ദൈവം, ഇങ്ങനെ ഒരു സങ്കല്പങ്ങളും വിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മതപുരോഹിതന്മാർ. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ആ വാക്ക് പഠിക്കണം. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഇതിനൊന്നൊരു പ്രമാണമില്ല. മാ അൻസലല്ലാഹു ബിഹാ മിൻ, ഇതിനൊന്നും രേഖയില്ല, പ്രമാണമില്ല. അതുകൊണ്ട് രേഖകളില്ലാത്ത, പ്രമാണങ്ങളില്ലാത്ത വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അസാത്തീറുൽ അവ്വലീൻ, കുറേ കഥകൾ ആരൊക്കെയോ എഴുതിയത്, എപ്പോഴൊക്കെ പറഞ്ഞത്, അതിനൊന്നും അടിത്തറകളോ അടിസ്ഥാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് സമൂഹത്തിൽ അങ്ങനെ ഇപ്പൊ തന്നെ ഓണം എന്ന് പറയുന്നത്, അത് തൃക്കാക്കരയിലെ ഈ തൃക്കാക്കര എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചായി സംഭവം നടന്നത്. അതുപോലെ തൃക്കാക്കര അപ്പനാണ്, ആ അപ്പന്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. ആ അപ്പനെ അനുസ്മരിച്ചിട്ട് വേണ്ടാണ് യഥാർത്ഥത്തിൽ പൂക്കളം ഇടുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞും പണ്ട് പറഞ്ഞതുമായ കുറെ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു കാർഷികോത്സവമാണ്, ഒരു വിളവുത്സവമാണ്. വിളവെടുക്കുമ്പോഴും കൃഷി എടുക്കുമ്പോഴൊക്കെ അന്നത്തെ കൃഷി, അന്നത്തെ സമൃദ്ധി, അന്നത്തെ പച്ചക്കറി, അരി, അതുമായി ബന്ധപ്പെട്ട് അന്ന് കിട്ടുന്നതിൻ്റെ ഒരു ആഘോഷം എന്നർത്ഥത്തിൽ ഒരു കാർഷികോത്സവമാണ്. അതിനൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നീട് അത് വ്യാഖ്യാനിച്ച് പട്ടംതാണുപിള്ളയുടെ കാലഘട്ടത്തിൽ കേരളം ഭരിക്കുമ്പോൾ ഇത് ദേശീയോത്സവമാക്കി. ഇനി അതിൻ്റെമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേറെ ഒരുപാടുണ്ട്, ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും ഈ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, ഇത് രണ്ടും കൂടെ ഭദ്രം, ഫെൻസ്, വേലി തിരിച്ച വേലി തിരിച്ച് കെട്ടിയ സാധനം. വേലി കെട്ടുക, നമ്മളെപ്പോഴും വേലി കെട്ടൂലോ. ഇസ്ലാമിന്റെ പ്രത്യേകത വേലി കെട്ടിയ മതമാണ്. ഇതിന് വേലി കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വേലിക്കകത്ത്, വേലിക്ക് പുറത്ത്. വേലിക്കകത്തുണ്ടോ ഖുർആൻ, അതുകൊണ്ട് എപ്പോഴും ഇത് വിശുദ്ധ ഖുർആനിലുണ്ടോ, പ്രവാചക വചനത്തിലുണ്ടോ, ഏത് കാര്യങ്ങളും അങ്ങനെയാണ് ഇസ്ലാമില്. നമ്മൾ പിന്നെ ഹജ്ജ് കർമ്മ നിർവഹിക്കുന്നത് എന്ത് കണ്ടിട്ടാ? അതിൽ ഓരോ ദിവസവും
ഹജ്ജ് കർമ്മത്തിൽ ഇതാ യൗമു അറഫ ഇങ്ങനെയാണ്, മിനായിൽ ഇങ്ങനെയാണ്, മുസ്ദലിഫിൽ ഇങ്ങനെയാണ്, അവിടെ കല്ലെറിയണം. എവിടെയുള്ളത്? ഹദീസുകളിലെ രേഖകളിലുള്ളതാണ്. ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതല്ല, ഹദീസുകളിലുള്ളതാണ്. ഹദീസിൽ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ നോമ്പെടുക്കേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, എത്ര പശു ഉണ്ട് സക്കാത്ത് കൊടുക്കണം, എത്ര ആടുണ്ട് സക്കാത്ത് കൊടുക്കണം, എത്ര പൈസ ഉണ്ട് സക്കാത്ത് കൊടുക്കണം, എത്ര ആഭരണം സക്കാത്ത് കൊടുക്കണം, കൃത്യമായ രേഖകളുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും നമസ്കരിക്കുന്നു, ലുഹ്ർ ഇത് ജുമാ ദിവസ, അന്ന് ലുഹ്റല്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാം ഇസ്ലാമിലെ പ്രമാണങ്ങളിലുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ റബീഉൽ അവ്വൽ മാസത്തെ കുറിച്ച് വല്ലതും പ്രമാണത്തിൽ വന്നിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആൻ ഏതായാലും ഖുർആനിൽ ഒറ്റ മാസത്തെ കുറിച്ച് പറഞ്ഞു, അത് റമളാൻ മാസം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസം റമളാൻ മാസം. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു. അതുകൊണ്ട് ഒരാൾ ആ റമളാനിലെ മാസപ്പിറവി കണ്ടാൽ റമളാനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. അപ്പൊ റമളാനിൽ നോമ്പെടുക്കുക. റമളാൻ എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. ഒരു പക്ഷേ മുഹറം നോമ്പെടുത്തു, അതെവിടെ ഉള്ളത്? ഹദീസിലുണ്ട്. അറഫ നോമ്പെടുത്തു, എവിടെയുള്ളത്? ഹദീസിലുണ്ട്. ജീവിതത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പെടുക്കുക, എവിടെയുള്ളത്? ഖുർആൻ ഹദീസിലുണ്ട്. ഇപ്പൊ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നോ ചോദ്യം ചെറിയ ചോദ്യം അല്ലത്, അത് ഭയങ്കര ചോദ്യം. അത് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഖുർആനിൽ ഒന്നുമില്ല, ഹദീസിലുമില്ല. ഹദീസിലൊന്നും ഇപ്പൊ ബാബു മാ ജാ ഫീ ഫദ്ലി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിന്റെ മഹത്വമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് അങ്ങനെ എവിടെയും വന്നിട്ടില്ല. ഇപ്പൊ റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും ഒരു പുണ്യം അത് ഖുർആനിലോ ഹദീസിലോ അള്ളാഹുവിന്റെ റസൂലോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം, നമ്മളെല്ലാവരും ചോദിക്കണം. എന്തിനാ പറയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷം ജീവിച്ചു. ഈ 63 വർഷവും റബീഉൽ അവ്വൽ മാസം വന്നപ്പോ എന്താ പ്രവാചകൻ ചെയ്തത്? റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ പ്രവാചകൻ ജീവിച്ചിരുന്ന 63 വർഷക്കാലത്തിൽ അതിൽ തന്നെ 40ാമത്തെ വയസ്സിൽ പ്രവാചകനായി. ആ 40 തൊട്ട് 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു. ആ സന്ദർഭം റബീഉൽ അവ്വൽ മാസം റമളാൻ വന്നപ്പോ എന്തൊക്കെ ചെയ്തു എന്ന് ഇത്തിക്കാഫ് ഇരുന്നു 20 ദിവസം. റമളാൻ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തഹജ്ജുദ് നിസ്കരിച്ചു. റമളാൻ വന്നപ്പോൾ ഖുർആൻ ഖത്തം തീർത്തു, ഒക്കെ ഹദീസിലുണ്ട്. റമളാൻ മാസത്തിൽ ഒരുപാട് വക്കാൻ അജ്മദുൻ നാസ് ഫി റമളാൻ ഒരുപാട് ധർമ്മം ചെയ്തു. ഇതുപോലെ റബീഉൽ അവ്വൽ പ്രവാചകൻ എന്ത് ചെയ്തു? റബീഉൽ അവ്വൽ 12-ന് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ മദീനയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അന്ന് നമ്മൾ പറയുന്ന മൗലിദോ, നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും അർത്ഥ ഭക്ഷണോ, നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു പരിപാടി അന്ന് മദീനത്ത് ഉണ്ടായിരുന്നോ? ഇനി സാക്ഷാൽ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഇതൊന്നൊരു ഉസ്താദ് മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടം നീണ്ട 2.5 വർഷക്കാലം അദ്ദേഹം ഖലീഫയായിരുന്നു. മഹാനായ ഉമർ ഖത്താബിന്റെ കാലഘട്ടം നീണ്ട 10 വർഷം അദ്ദേഹം ഖലീഫയായിരുന്നു. മഹാൻ ഉസ്മാൻ അഫ്ഫാൻ നീണ്ട 12 വർഷക്കാലം മദീനയിലെ ഖലീഫയായിരുന്നു. മഹാനായ അലി ബിൻ അബി താലിബ് 5 വർഷം മദീനയിലെ ഖലീഫയായിരുന്നു. ശരിക്കും ഒരു 30 വർഷത്തോളമാണ് ഖിലാഫത്തുർ റാഷിദ, ഖുലഫാഉർ റാഷിദികൾ. പ്രവാചകൻ മരിച്ചു, ശരിക്കും ഈ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു നബിദിനം ആഘോഷിക്കുമ്പോൾ പ്രവാചകൻ എന്ത് തോന്നും, അത് വേണ്ട എന്ന് വിചാരിച്ച് പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ, അലി ബിൻ അബി താലിബ് ഈ കാലഘട്ടത്തിലൊക്കെ വേണ്ടേ? അന്ന് മദീനയിൽ എവിടെയെങ്കിലും നബി ദിനം എന്ന് പറഞ്ഞ പരിപാടി നടന്നോ? മദീനയിൽ അങ്ങനെ ഒരു ഘോഷയാത്ര നടന്നോ? മദീനയിൽ അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ഇറത്തിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നബിദിനം ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ആഘോഷം ഈ ഖലീഫമാരുടെ കാലഘട്ടത്തിലുണ്ടോ? ഇനി അമവി ഖിലാഫത്ത്, ഡമസ്കസ് കേന്ദ്രീകരിച്ച് അമവി ഖിലാഫത്ത് വർഷങ്ങളോളം, അബ്ബാസി ഖിലാഫത്ത് വർഷങ്ങളോളം. ഞാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഇതൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ ഉസ്താദ്മാരും വരും പറയും. ഇപ്പോഴും ഞാൻ ഇപ്പം മദീനത്ത്, നിങ്ങളെല്ലാവരും അറബ് രാജ്യങ്ങളിൽ പോയവരാ, സൗദി അറേബ്യ ജീവിച്ചവര്, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഇങ്ങനെയൊക്കെ മുസ്ലിം നാടുകളിൽ ജീവിച്ചവരവർ പലരും. അവിടെങ്ങളും ഈ പറയുന്ന റബീഉൽ അവ്വൽ മാസത്തിലൊന്നും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമോ അല്ല ഏതെങ്കിലും ആചാരം നിങ്ങൾക്ക് മക്കത്തോ മദീനത്തോ, ഈ മദീനത്ത് റസൂൽ ജനിച്ച നാടാ മക്ക, റസൂൽ മരിച്ച് ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് മദീന. ആ മദീനയില് ഇനിയിപ്പോ വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ മദീനയിലാണ് അതില്ലാത്തത്, പണ്ടുണ്ടായിരുന്നുവെങ്കിൽ. എൻ്റെ നല്ലൊരു ചോദ്യം ഞാൻ ചോദിക്കാം, ചെറിയ ചോദ്യം ആയിക്കോട്ടെ, എങ്കിൽ ഈ മദീനത്ത് നബിദിനം ഉണ്ടായിട്ട് പിന്നെ നബിദിനം ഇല്ലാതാക്കിയെന്ന് മുതലാ, അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ, ഒരു രസമുള്ള ചോദ്യം. അത് ഒരു രസമുള്ള ചോദ്യം. മദീനത്ത് നബിദിനം ഇപ്പില്ല, പണ്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതെന്ന് മുതലാ ഇല്ലാതാക്കിയെന്ന് പറയാൻ കഴിയോ? എന്ന് മുതലാ മദീനത്ത് ഇപ്പൊ നബിദിനം ഇല്ലാത്ത മദീനയിൽ എന്നാ നബിദിനം ഉണ്ടായിരുന്നത്, എന്ന് മുതലാ നബിദിനം ഇല്ലാതായത്, അതിന്റെ ഒരു ഡേറ്റ് ഒന്ന് പറയാൻ, അങ്ങനെ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയോ? മദീനയുടെ മണ്ണിൽ പണ്ട് നബിദിനൊക്കെ ഉണ്ടായിരുന്നു, പണ്ട് റാത്തീബും മൗലൂദും ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ മങ്കൂസ് മൗലൂദും ഷർഫുൽ അനാം മൗലൂദും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വഹാബികൾ
അല്ലെങ്കിൽ ഇവരൊക്കെ വന്ന് ഇപ്പോഴേ ഇല്ലാതായതൊക്കെ പറയുന്ന ഉസ്താദ്മാരോട് ചെറിയ ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഈ പറയുന്ന മദീനത്തുണ്ടായിരുന്ന ഈ നബിദിനം എന്ന ആഘോഷം ആരുടെ കാലഘട്ടം മുതൽ എന്ന് മുതലേ ഇല്ലാതായത്? അതിന് മുമ്പുണ്ടോ? പണ്ടൊരു ചോദ്യം ഈ ചേകന്നൂർ മൗലവി നമസ്കാരം 5 വക്കത്ത് ആവശ്യമില്ല, 3 വക്കത്തേ ഉള്ളൂ, 5 വക്കത്ത് ബിദ്അത്താന്ന് ചോദിച്ചപ്പോ ഒരു പണ്ഡിതൻ ലളിതമായി ചോദിച്ചൊരു ചോദ്യം അത്. ആയിക്കോട്ടെ ഉസ്താദ്, 5 വക്കത്ത് എന്ന് പറയുന്ന ബിദ്അത്താണ്, 3 വക്കത്താ വേണ്ടിയിരുന്നുള്ളൂ. ആയിക്കോട്ടെ, ഈ 3 വക്കത്ത് എന്ന് പറയുന്ന ആ സുന്നത്തിൽ നിന്നും 5 വക്കത്തെ ബിദ്അത്ത് എന്നാ ഉണ്ടായത്? ഏത് കാലഘട്ടം മുതലാണ്? അതിനുമ്പ് 3 വക്കത്താ നിസ്കരിച്ചത്, അതിനുശേഷം 5 വക്കത്തായി എന്ന് പറയുന്ന ആ കാലഘട്ടം ഏതാ? ഒന്ന് പറയാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോ ശരി അത് ഉത്തരം മുട്ടി. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ഞാനിത് ഇത്ര വൈകാരികമായി പറയുകയാണ്. നമ്മുടെയൊക്കെ നാട്ടില് ശരിക്കും ഇതിങ്ങനെ കൂടി വന്നിട്ട് ഇപ്പൊ പള്ളികൾ അലങ്കരിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ ഈ പള്ളികൾ അലങ്കരിക്കുക ഈ നമ്മുടെ ചെറിയ പള്ളിയിലൊക്കെ ഇവര് ഈ ക്രൈസ്തവര് ഹിന്ദുക്കളാണ്, അവരെ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ദീപാരാധനയുടെ ഭാഗം വിളക്കുകൾ കത്തിച്ച് അങ്ങനെ വിളക്കുകൾ കൊണ്ട് അലങ്കൃതമാകുന്ന ചെറിയ പള്ളിയും വലിയ പള്ളിയും അല്ലെങ്കിൽ നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെയാണ് അങ്ങനെ അലങ്കൃതമാക്കുന്ന രീതി ഉണ്ടായിരുന്നുള്ളൂ. പെരുന്നാളിന് വരെ നമ്മുടെ മഹല്ല് പള്ളികളിലൊന്നും നിങ്ങൾക്ക് അലങ്കരിക്കാൻ കാണാൻ കഴിയില്ല. റോഡുകൾ തോടുകളൊക്കെ ഭയങ്കരമായി അലങ്കരിച്ച് ഭയങ്കരമായ ദീപാലങ്കൃതമാക്കിയിട്ട് ശരിക്കും അത് ഏറ്റവും വലിയ ആഘോഷമാക്കിയിട്ട് പള്ളികള് റോഡ് ഇപ്പൊ സ്വന്തം വീടുകൾ വരെ ചില ആളുകൾ സ്വന്തം വീട്ടിൽ പോലും കല്യാണത്തിനൊക്കെ അരുതമാതിരി നബിദിനം പ്രമാണിച്ചിട്ട് ഇതുപോലെ അലങ്കരിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഇതൊന്നും നബിയോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് ചർച്ചയിലേക്ക് ആരും കൊണ്ടുവരണ്ട. ഇത് കേൾക്കുമ്പോൾ നബിയോടുള്ള സ്നേഹം അതെല്ലാവർക്കും ലോകത്തെ എല്ലാ മുസ്ലിമിനും മനസ്സിലും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. അങ്ങനെ ഇഷ്ടോ സ്നേഹം ഇല്ലാത്തൊരു മുസ്ലിമേ അല്ല. അതുകൊണ്ട് ആ പേര് പറഞ്ഞിട്ട് അവർക്ക് നബിയോട് സ്നേഹം കുറവാണ്. ഇവർക്ക് നബിയെ ഒരു സാധാ മുഹമ്മദായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് നബിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പ്രവാചക സ്നേഹം ഇങ്ങനെ ഈ ലാബില് ഇവിടെ നമ്മുടെയൊക്കെ നല്ല ഒരുപാട് ലാബ് ഉണ്ടല്ലോ, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ, നിങ്ങളുടെ കൊളസ്ട്രോള്, നിങ്ങളുടെ സോഡിയം, നിങ്ങളുടെ പൊട്ടാസ്യം ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന്റെ ഇതൊക്കെ അളക്കുന്ന ഒരുപാട് ലാബുണ്ട്. എന്ന് പറഞ്ഞ മാതിരി പ്രവാചക സ്നേഹം അളന്ന് തൂക്കിയിട്ട് ലാബിൽ പോയിട്ട് അളന്നിട്ട് പ്രവാചക സ്നേഹം ഇവർക്ക് കുറവാണ്, അവർക്ക് കുറവാണ്, ഞങ്ങൾക്ക് ഭയങ്കര, ഇവർക്ക് കുറവ്. ഇങ്ങനെ പ്രവാചക സ്നേഹത്തിന്റെ ഒരു അളവും തോതൊക്കെ എടുത്തിട്ട് അതിങ്ങനെ അളന്നിട്ട് ഷുഗറും കൊളസ്ട്രോളും പറഞ്ഞ മാതിരി അത് കൂടുതൽ ഇത് കുറവെന്ന് പറഞ്ഞ് അങ്ങനെ ആരും പ്രസംഗിച്ച് പ്രവാചക സ്നേഹത്തിന് പേറ്റൊന്നും ആരും എടുക്കണ്ട. നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് നോട്ടുകൾ ഉണ്ടാവാറുണ്ട് സാർ. അപ്പൊ 500 നോട്ട്, പണ്ട് 2000 നോട്ടൊക്കെ ഉണ്ട്. ഈ നോട്ടുകളുടെ പ്രത്യേകത അതിൽ റിസർവ് ബാങ്കിന്റെ ഒരു സീലുണ്ടാവും. അതില്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ സീലില്ലെങ്കിൽ ആ നോട്ടിന് ഇവരെ കള്ളനോട്ട് എന്നാ. കള്ളനോട്ട് നോട്ട് ഏതോ അർത്ഥം പളവളയാണ്. നോട്ട് കള്ളനോട്ടും ഗവൺമെന്റ് അപ്രൂവ്ഡ് നോട്ടുമാകുന്നത് അത് രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ഇവിടുത്തെ റിസർവ് ബാങ്കിന്റെ സീൽ അതിലുണ്ടാകണം. ഇസ്ലാമിൽ ഏത് ആരാധനകൾക്കും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കയ്യൊപ്പുണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക സുന്നത്തിന് കയ്യൊപ്പുള്ള ആ ഖുർആന്റെ സുന്നത്തിന്റെയും തമ്പുള്ള ഖുർആന്റെ സുന്നത്തിന്റെ അറ്റസ്റ്റേഷൻ ഉള്ളതാണ് ഇസ്ലാമിലെ ഏത് ഇബാദത്താവൂ. നമ്മൾ ഈ പറയുന്ന ഈ റബീഉൽ അവ്വൽ 12 ദിവസം മൗലിദ് നടത്തുക, ആരെ പറഞ്ഞത് മൗലിദ് നടത്തണമെന്ന്? ഇത് പറയാനുള്ള അതോറിറ്റി ഇറക്കാം. ജീവിതത്തിൽ അത് നല്ലതല്ലേ? ഇപ്പൊ ജുമാ നിസ്കാരം 2 റക്അത്ത് 4 റക്അത്ത് നിസ്കരിച്ചൂടെ എന്നൊരാൾ പറയാം. അങ്ങനെ 2 സുജൂദ് 4 സുജൂദ് ആയിക്കൂടെ എന്ന് പറയാൻ പറ്റുമോ? സുജൂദ് വളരെ നല്ല ഇബാദത്താ, അവിടെ 4 സുജൂദ് ആക്കാം എന്ന് പറയാൻ കഴിയുമോ? സുബ്ഹി എന്തിനാ, നല്ല സമയമല്ലേ, ഒരു 4 റക്അത്ത് നിസ്കരിച്ചൂടെ? ഇല്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖുതുബ നടത്തുമ്പോഴും താൻ പ്രസംഗിക്കും എപ്പോഴും പറഞ്ഞ വാക്കാണ് അതെ, ഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വ ഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ശറൽ ഉമൂരി മുഹ്ദസാതുഹാ വ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അതൊരു വല്ലാത്ത വചന. എന്തിനാ സമുദായത്തെ ഒരു മുഖവുര പോലെ എന്നും പ്രസംഗിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഈ സമുദായത്തിൽ അങ്ങനെ ബിദ്അത്തുകൾ ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ഇസ്ലാമില് ദീനില് അള്ളാഹു അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ വരേണ്ട ഖിയാസ്, ഇജ്മ അങ്ങനെയൊക്കെ ഉണ്ട്. പ്രമാണമില്ല. അപ്പൊ ചില ആൾ ചോദിക്കും, അപ്പൊ നിങ്ങള് പിന്നെ പ്രവാചക ജന്മദിന നിങ്ങൾ സ്ഥാപനങ്ങളിലെ ഇത് നടത്താറില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ പലതും നിങ്ങൾ നടത്താറില്ലേ എന്ന് പറഞ്ഞ അങ്ങനെ ഖിയാസ് ചെയ്യണം. അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അത് വേറെ സംഗതി. ഇനി അത് ചെയ്താൽ തന്നെ ഇപ്പൊ സ്ഥാപനങ്ങൾ വാർഷികം നടത്താറില്ലേ, ജൂബിലി നടത്താറില്ലേ, ഡയമണ്ട് നടത്താറില്ലേ, അല്ലെങ്കിൽ വജ്ര ജൂബിലി നടത്താറില്ലേ, അതിനൊക്കെ ഖിയാസ് ചെയ്തിട്ട് അതൊന്നും ഒരു തഅബ്ബുദിയായ ഇബാദത്തായ ഒരു കാര്യം എന്നർത്ഥത്തിൽ ആരും നിർവഹിച്ചാട്ട് ശരിയുമല്ല.
ഇസ്ലാമിൽ ബർത്ത്ഡേ എന്ന് പറയും. ഇപ്പൊ നമ്മൾ പോലും ഒരാൾ ഇംഗ്ലീഷ് പറയിച്ചേ, നമ്മൾ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്, ഒരാൾ ഇംഗ്ലീഷിൽ പറഞ്ഞ കാരണം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇംഗ്ലീഷ് കേട്ടാൽ നമുക്ക് ഇഷ്ടമല്ല. കാരണം ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ ഇസ്ലാമിലില്ല. അതൊരു യൂറോ ക്രൈസ്തവ ലോകത്ത് അല്ലെങ്കിലും ഈ കർമ്മം എവിടുന്ന് വന്നത്? ഞാൻ പറഞ്ഞു, ഇത് എവിടുന്ന ഈ നബിദിനം എന്ന് പറയുന്ന ഒരു ആചാരം, റബീഉൽ അവ്വൽ ഒരു ആഘോഷം എന്ന് എവിടുന്ന ഉണ്ടായത്? അത് ഇവർ തന്നെ പറയും. ഇപ്പൊ നമ്മളെ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ നാട്ടിലെല്ലാം അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം മൗലിദ് നടത്തണമെന്ന് തന്നെ പറയും. മൗലിദ് നടത്തണോ, പക്ഷെ അദ്ദേഹം പറഞ്ഞത് നബിക്കുള്ള മൗലിദ് കഴിക്കൽ പണ്ട് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് ഹലബീം സഖാബിയും പറഞ്ഞിട്ട് മൗലിദ് നടത്തണമെന്നും ആ മൗലിദ് നടത്തിയത് തുടങ്ങിയത് മുളഫറുദ്ദീൻ ഇറാഖിലെ ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഭരിച്ചിരുന്ന ഒരു മുളഫറുദ്ദീൻ എന്ന രാജാവാണ് തുടങ്ങിയത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അത് ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാ. ഖുർആനിലോ സുന്നത്തിലോ സഹാബിമാരോ താബികളോ താബികളോ അടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഈ സമ്പ്രദായം ഇല്ല. ഈ സമ്പ്രദായം തുടങ്ങിയത് ശരിക്കും ഷിയാക്കളാണ്. അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ, അബ്ബാസിയ ഖിലാഫത്തിന്റെ കേന്ദ്രം ബഗ്ദാദ് ആണെങ്കിലും ആ സന്ദർഭത്തിൽ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഭരണകൂടത്തിന്റെ പേര് ഫാത്തിമിയ. എന്നാൽ ഈ ഫാത്തിമിയ, അലവിയ, ഇസ്മായിലിയ എന്ന് പറയുന്നത് ഷിയാക്കളുടെ പ്രത്യേകത. അവരെ ഫാത്തിമ ബീവി. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഇറാനിൽ ചെന്ന് നോക്കിയേ, ഈ മീലാദുകളുടെ കേന്ദ്രമാണ് ഇറാന്. അവിടെ നബിദിനം മാത്രമേ, അവിടെ അലിഡേ ഉണ്ട്, അലിഡേ. അവിടെ ഹുസൈൻ യൂത്ത് ഡേയുടെ പേര് ഹുസൈൻ ഡേക്ക് അവിടെ പേര് യൂത്ത് ഡേ, ലേഡീസ് ഡേ. അത് ഫാത്തിമ ജന്മദിനമുണ്ട്. ഇപ്പൊ ഫാത്തിമ നബിയുടെ മൗലിദ്, ഫാത്തിമ നബിയുടെ ജന്മദിനം, ഹുസൈൻ ഉള്ളതിന്റെ ജന്മദിനം, ഹസൻ ഉള്ളതിന്റെ ജന്മദിനം, അലീന്റെ ഈ ജന്മദിനം, ഈ മീലാദ് എന്നതൊക്കെ അവിടെ നിന്നുണ്ടായതാ. മീലാദ്, മൗലൂദ്, ദർഗ, ജാറം, ഉറൂസ്, ഇതൊക്കെ അവിടെ നിന്നുണ്ടായതാ. ഉറൂസ് എവിടെ നിന്ന് കിട്ടിയ പദം? ഉറൂസ്. ദർഗ എന്ന പദം പോലും പാർസിയ, പല പദങ്ങൾ പോലും പാർസിയ. ദർഗ എന്ന പദം എവിടെ നിന്നുണ്ടായതാ? ഈ കബർ കെട്ടി, കബർക്ക് പച്ചയടിച്ച് ഈ കബറിനെ ആരാധിക്കുന്ന ആചാരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ഇറാനിൽ ഷിയാക്കളുടെ ലോകത്ത് ധാരാളം കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണപ്പെടുന്ന പല മൗലിദുകളും ഇതിനൊന്നും ഇസ്ലാമിൽ ഒരു പ്രമാണമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയും, നമ്മളെല്ലാവരും സുന്നി എന്നൊക്കെ പറയാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഇത് കടന്നു വന്നത് ഷിയാക്കളുടെ ലോകത്താണ്. ഈജിപ്തിലാണ് തുടങ്ങിയത്. പിന്നീട് അത് തന്നെ എങ്ങനെ തുടങ്ങുന്നത് അത് മനസ്സിലാക്കുക. നമ്മളൊക്കെ ബിദ്അത്ത് ഉണ്ടാകുന്നത് ഈ ഇറാഖ്, ഇറാൻ പോലുള്ള പ്രദേശങ്ങൾ പാർസികൾ ജീവിച്ചത്. പാർസി എന്ന് പറഞ്ഞാൽ പഴയ പേർഷ്യക്കാർ അഥവാ മജൂസികൾ, അഗ്നിയാര, അവർ ഇസ്ലാം സ്വീകരിച്ച ഇറാൻ ഇറാഖ് മണ്ണിൽ മഹാനായ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ സഅദ് നബി വഖാസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ലോകത്തെ വിജയം നടന്ന മണ്ണാണ് ഇറാൻ ഇറാഖ് പ്രദേശങ്ങൾ. പാർസികളുടെ നാടാണ്. ഈ സിറിയ, ഇറാഖ് പോലുള്ള പ്രദേശം റോമൻ സാമ്രാജ്യത്തിന് അധിപനാണ്. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നാടാണ് ഇറാഖ്. അതുപോലെ സിറിയ. അവിടെ മുസ്ലിങ്ങൾ ഇസ്ലാം കടന്നു ചെല്ലുമ്പോഴും ആ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ മുസ്ലിം ഒരുമിച്ചുണ്ടായിരുന്നു. ആ ക്രിസ്ത്യാനികൾ പല ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. അപ്പോൾ ക്രിസ്ത്യാനികൾ, കോപ്റ്റിക് ക്രിസ്ത്യാനികൾ, അവര് ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ടായിരുന്നു. അതുപോലെ മേരിയുടെ ജന്മദിനം ക്രിസ്ത്യൻ റോമൻ സാമ്രാജ്യങ്ങളും ക്രിസ്ത്യൻ സമൂഹം ചേർന്നുകൊണ്ട് മിത്രദേവന്റെ ഒരു റോമൻ സങ്കല്പമുണ്ട്. ക്രിസ്ത്യാനികൾ അന്ന് അവർ മെഴുകുതിരി കത്തിച്ച്, വിളക്ക് കത്തിച്ച്, റോട്ടിലൂടെ കുരിശു മരിച്ചിട്ട് യേശുവിന് ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ചിത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമുദായം, അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാം സ്വീകരിച്ചവരവരെ. അപ്പൊ സ്വാഭാവികമായും ആ ഇറാഖ്, അതുപോലെ സിറിയ പോലെ പ്രദേശങ്ങളെ പഴയ അന്തോക്യ ക്രിസ്ത്യാനികളുടെ, നമ്മുടെയൊക്കെ നല്ല അന്തോക്യ എന്ന് പറയുന്ന ആ കാലം ക്രിസ്ത്യൻ കേന്ദ്രമാണത്. അന്നത്തെ യാക്കോബായ സഭയുടെ ഒക്കെ വലിയ കേന്ദ്രങ്ങൾ ഇറാഖ് പോലുള്ള പ്രദേശങ്ങൾ. ഇന്നും സിറിയ, ഇറാഖ് എന്ന് പറയുന്നത് നമ്മുടെ യാക്കോബായ ക്രിസ്ത്യാനികളുടെ കേന്ദ്ര പ്രദേശങ്ങളാണ്. അപ്പൊ അവരുടെ നാട്ടിലുള്ള ക്രൈസ്തവരുടെ കോപ്റ്റിക് ക്രിസ്ത്യാനികളൊക്കെ യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സംസ്കാരം. അപ്പൊ ജന്മദിനത്ത് റോട്ടിലൂടെ സഞ്ചരിച്ചു പോകുന്ന അതെങ്ങനെ കാണുമ്പോൾ മനോഹരമായ കാഴ്ചയതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചകളുള്ള സമൂഹങ്ങൾ. അതുപോലെ ഇറാൻ ഇറാഖ് പ്രദേശങ്ങളിൽ മജൂസികളുടെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ, അതിൽ നിന്നാണ് ഇറാനിലും ഇറാഖിലും പാർസികളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് അതാണ് ഷിയാക്കൾ എന്ന് പറയുന്ന സംസ്കാരം. ഷീസത്തിന്റെയും ഇസ്ലാമിന്റെയും പാർസി മതത്തിന്റെയും ഒരു ചെറിവാണ് ഷീസ് എന്ന് പറയുന്നത്. അതുപോലെ റോമൻ സാമ്രാജ്യത്തിന്റെ, മിത്രദേവന്റെ, ക്രൈസ്തവ സാമ്രാജ്യങ്ങളുടെ വിശ്വാസാചാരങ്ങൾ ചേർത്തതിന്റെ എല്ലാ ദുർഗുണങ്ങളും നിങ്ങൾക്ക് ഇറാൻ പോലും പ്രദേശങ്ങൾ, ഇന്ത്യയിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദു മതത്തിന്റെ വിശ്വാസങ്ങൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ചന്ദനക്കുടം, എന്താ ചന്ദനക്കുടത്തിലെ ആനകൾ, ചന്ദനക്കുടത്തിലെ വിശ്വാസങ്ങൾ, അതോ ഇവിടുത്തെ ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. അവർ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുക അതേ ഉത്സവം, ആനകൾ, അമ്പാരികൾ, അവരെ കുടമാറ്റം, അവരുടേതായ എല്ലാം നമ്മുടെ പള്ളിയിൽ നടക്കും. ഈ മരിച്ച 3 ആണ്ട് അടിയന്തരം എന്നൊക്കെ ഈ പ്രയോഗമൊക്കെ എവിടെ നിന്ന് വന്ന പ്രയോഗം?
അപ്പൊ നമ്മുടെ ഹിന്ദു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അതിലേക്ക് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ വിശ്വാസത്തിന് ഈ വിശ്വാസത്തെ ചേരുവ ചേർന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് അനാചാരങ്ങൾ, ഇന്ത്യൻ അനാചാരങ്ങൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട്, അതുപോലെ പാർസി മതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല മതങ്ങളുടെ ചേരുവകൾ ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജന്മദിന സംസ്കാരം ഉണ്ടായത്. ഞാൻ അവസാനിപ്പിക്കാൻ പറയുന്നത്, ഞാൻ ഇത്ര അല്പം ഗൗരവത്തിൽ പറയാൻ കാരണം നമ്മളിപ്പോൾ നബിദിനം വേണ്ടയോ എന്ന ചർച്ചയുമ്പോൾ അങ്ങോട്ട് വടംവലി, ശരിക്കും ഓണത്തിൻ്റെ ഒക്കെ കാര്യപ്പെട്ട ഐറ്റ വടംവലി. നമ്മുടെ സമുദായമുണ്ട് വടംവലി ഏറ്റവും മിടുക്കന്മാർ. മറ്റേ വട്ടമാണെങ്കിൽ ഇതിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വടംവലിയുടെ ഒരു കാലഘട്ടം, അതിന് തെളിവ് ചോദിക്കലും ഞാൻ അത്ര ചർച്ചയ്ക്കല്ല കൊണ്ടുപോകുന്നത്. പക്ഷെ സമുദായം ഭയങ്കരമായി ആഘോഷിക്കുന്ന ഈ ആചാരത്തിന് ഒരടിസ്ഥാനമില്ല. ഈ മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത് അത് ആരെ എഴുതിയത് പോലും അറിയില്ല. മങ്കൂസ് മൗലൂദ് എഴുതിയതാരാ? മങ്കൂസ് ആ മൗലൂദ് എഴുതിയതാരാ? അത് പാടണമെന്ന് പറഞ്ഞതാരാ? അത് പാടിയ പ്രതിഫലം ഉണ്ടെന്നാരാ പറഞ്ഞത്? നമ്മുടെ വീട്ടിലൊക്കെ അതിങ്ങനെ പാടുന്നു, വലിയ വലിയ പരിപാടിക്കൊക്കെ ഹജ്ജിന് പോണവരോ എന്തിനത് ആരാ പറഞ്ഞത്? അതുകൊണ്ട് ഖാല അല്ലാഹു ഖാല റസൂൽ, അതിന് ഇസ്ലാമിൽ പ്രമാണമുള്ളൂ. ഖാല അല്ലാഹു ഖാല റസൂൽ, ഇത് രണ്ടേ ഉള്ളൂ. മദ്ഹബിന് ഇമാമുമാർ പോലും ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ ചരിത്ര പ്രമാണമില്ല. അതുകൊണ്ട് മുസ്ലിം യുവാക്കളോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിൽ പ്രമാണമുള്ള കാര്യമല്ല ഇത്. ഇസ്ലാമിൽ ഒരു ആചാരമല്ല. ഇസ്ലാമിൽ ആഘോഷം, രണ്ടാഘോഷമുള്ളൂ. മൂന്നാമത്തെ ആഘോഷം ഇസ്ലാമിൽ ആഘോഷമായിട്ടില്ല. അതുകൊണ്ട് ഇത് വലിയ അർത്ഥത്തിൽ ഇങ്ങനെ ആഘോഷിക്കുകയും അതിൻ്റെ പേരിൽ വല്ലാതെ മത്സരത്തോട് നടക്കുകയും ചെയ്യും. അതേസമയത്ത് സമുദായത്തിൽ കാണപ്പെടുന്ന ഇത്തരം അനാചാരങ്ങളെ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുവാൻ, പ്രവാചകന്റെ സന്ദേശം എത്തിക്കുന്ന സന്ദർഭമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഒരുപക്ഷെ ഈ ഖിലാഫത്ത്, ഈ രാജാക്കന്മാർ ഇത് ഇങ്ങനെ ഖുറാഫാത്ത് ഉണ്ടാക്കിയ ശേഷം പിന്നീടൊന്ന് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സമുദായത്തിൽ ഇങ്ങനെ വന്ന അനാചാരങ്ങളെ ആചാരങ്ങളാക്കി ഇസ്ലാമിലെ പ്രവാചകനെ പരിചയപ്പെടുത്താനും പ്രവാചക സന്ദേശത്തിൽ അറിയിക്കാനും വേണ്ട വിധത്തിലേക്ക് ഈ പ്രവാചക സ്നേഹത്തെ തിരിച്ചുവിടുക എന്ന രീതി സ്വീകരിച്ചത് അത് നമുക്കൊന്ന് സ്വീകരിക്കാം. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും നമ്മുടെ സൗഭാഗ്യവും തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു